ഹലോ ഗേസ്, ഇന്ന് ഞാൻ ഭയങ്കര ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പ്രോബ്ലം എന്താണെന്നല്ലേ, എനിക്ക് ഫോണിപ്പോൾ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും മെസ്സേജസും കോളും കമൻറ്റൊക്കെയാണ് വരുന്നത്. എന്താണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഷോൾഡർ ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോസും യൂട്യൂബ് ചാനലും കൂടി ഉള്ളതുകൊണ്ടായിരിക്കണം എല്ലാവരും ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നുണ്ടാവാം. നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ ഓൾറെഡി. അപ്പം എല്ലാവർക്കും അത് എന്താ വെച്ചാൽ കോളൊക്കെയാണ് നട്ടപ്പാതിര ഏത് സമയം അവർ റീൽസോ ഷോർട്സോ എന്താ കാണുന്നത് ആ ഒരു ടൈമൊക്കെ ആയിരിക്കും നമ്മളെ കോളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് ഇങ്ങനെ. അപ്പം നമുക്കിങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഓരോരോ ആൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പം എല്ലാവർക്കും അറിയേണ്ടത് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഷോൾഡർ ഫ്രോക്ക് നമ്മളിപ്പം ബെസ്റ്റ് സെല്ലിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സിഗ്നേച്ചർ ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ നമ്മൾ റിമൂവബിൾ ഷോൾഡേഴ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഈ ഒരു ത്രെഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വയറിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് എന്താണെന്നൊക്കെ ഉള്ളതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മൾ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, മെറ്റീരിയൽ എവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, മെറ്റീരിയൽ സെയിലുണ്ടോ, മെറ്റീരിയൽ സെയിലുണ്ടോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് എൻക്വയറി ചെയ്യുന്നത് നമ്മൾ എവിടുന്നാണ് മെറ്റീരിയൽ വാങ്ങുന്നതെന്നാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ അറിയാനുള്ളത് നമ്മൾ എവിടുന്നാണ് വാങ്ങുന്നതെന്നുള്ളതിനെ കുറിച്ച്. ഫാബ്രിക് ആയാലും റോ മെറ്റീരിയൽസ് ആയാലും നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നും ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് 1 മീറ്റർ, ഹാഫ് മീറ്റർ ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് മിനിമം 5 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റേഴ്സൊക്കെ എന്തായാലും വാങ്ങേണ്ടി വരും. എങ്കിലേ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രൈസ് നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ടൈപ്പിലുള്ള ഫാബ്രിക്സൊക്കെ നമ്മൾ വാങ്ങുന്നത് 2 മീറ്റേഴ്സ് അങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്. കാരണം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ സെയിം തന്നെ അങ്ങനെ ഒരേ മോഡലും ഒരേ കളേഴ്സൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ ഫാബ്രിക് നമ്മളതിൽ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രൈസൊക്കെ കുറച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പം മെറ്റീരിയൽസ് വളരെ കുറവേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫാബ്രിക് സെയിൽ ഇപ്പം കുറവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാബ്രിക്കിൻ്റെ പ്രൈസ് നമുക്ക് കൂടുതലാണ്. ഓരോ മീറ്റർ നമ്മൾ 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റേഴ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫാബ്രിക്കിൻ്റെ പ്രൈസും അതുപോലെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മുടെ ബെസ്റ്റ് സെല്ലിങ്ങിൽ സിഗ്നേച്ചർ ഫ്രോക്കിൻ്റെയൊക്കെ നമ്മൾ ഒരുപാട് സെയിം കളർ തന്നെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നെക്കിൽ പാറ്റേൺ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ലീവിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സെയിം കളർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ നമ്മൾ ആ ഒരു ഫ്രോക്ക് നമ്മൾ കണ്ട് മടുത്തിട്ടുണ്ടാകും. 2 ഇയേഴ്സായിട്ട് നമ്മൾ ആ ഒരു ഫ്രോക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു ഫാബ്രിക്സ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓർഡേഴ്സും കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പുതിയ ഓർഡേഴ്സ് ഇല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് വരുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഫാബ്രിക്കിൻ്റെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അതാണ് നമ്മൾ ഫാബ്രിക് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ വളരെ കുറച്ചിട്ടാണ് ഉള്ള ഫാബ്രിക് നമ്മൾ സ്റ്റോറീസ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്, ഫാബ്രിക് സെയിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നാലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ ഓൺലൈനായിട്ട് കോഴ്സ് ഈ ഫ്രോക്ക് മേക്കിങ്ങിൻ്റെ ഒക്കെ കോഴ്സ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് യൂട്യൂബ് ട്യൂട്ടോറിയലായിട്ടാണോ വേണ്ടതല്ല ഓൺലൈനായിട്ടുള്ള കോഴ്സായിട്ടാണോ വേണ്ടതെന്നുള്ളത്. അപ്പം നമുക്കിപ്പോൾ എന്തായാലും യൂട്യൂബിൽ നമുക്ക് വലിയ റീച്ചൊന്നും ഇല്ല. അപ്പം പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഓൺലൈനിലായിട്ട് ചെയ്യാമെന്നാണ്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സ്ട്രക്ചേർഡ് ഷോൾഡർ അതുപോലെ പാനൽ ഫ്രോക്ക് ഒക്കെ മേക്കിംഗ് വീഡിയോ ഫ്രീ ട്യൂട്ടോറിയലായിട്ട് വേണമെന്നുള്ളത്, അല്ല ഓൺലൈനായിട്ട് കോഴ്സായിട്ട് വേണമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.